പ്രിയപ്പെട്ടവരെ, മലയാളി ഞെട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. സോഷ്യൽ മീഡിയ വല്ലാതെ ഹൈപ്പ് ചെയ്യപ്പെട്ട ഒരു കാലത്താണ് നാം ജീവിക്കുന്നത്. എങ്ങനെയെങ്കിലും സോഷ്യൽ മീഡിയയിലൂടെ പണമുണ്ടാക്കുക എന്ന ഉദ്ദേശം, അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും ആളുകളിലേക്ക് എത്തിച്ചേരുക, റീച്ച് എത്തിച്ചേരുക എന്ന വ്യക്തതയിലാണ് പലരും, പ്രത്യേകിച്ചും സ്ത്രീകൾ. ആരെയും പ്രത്യേകിച്ച് കുറ്റം പറയുന്നില്ല, പുരുഷന്മാരും വ്യത്യസ്തരൊന്നുമല്ല. അനേക ആളുകൾ പല രീതിയിലുള്ള അഡ്വഞ്ചറസ് ചെയ്തിട്ട് മരണപ്പെട്ട വാർത്തകൾ നാം വായിച്ചിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്. ഇപ്പോഴിതാ പുതിയ വാർത്ത. ഒരു യുവാവിനെ ഒരു സ്ത്രീ അപമാനിച്ചു. സാധാരണയായി ഇത്തരം കേസുകളിൽ നാം കാണാറുള്ളത് പുരുഷന്മാർ അപമാനിച്ചു എന്നാണ്. ഇവിടെ സ്ത്രീ പുരുഷനെ അപമാനിച്ചിരിക്കുന്നു. അദ്ദേഹം താങ്ങാൻ കഴിവില്ലാതെ ആത്മഹത്യ ചെയ്തിരിക്കുന്നു. എന്തിനാണിത്? നമുക്ക് എതിരെ ഒരു മോശം പെരുമാറ്റമുണ്ടായാൽ, നമ്മെ ആരെങ്കിലും മറ്റൊരു രീതിയിൽ സ്പർശിച്ചാൽ അത് തിരിച്ചറിയാൻ നമുക്ക് കഴിയും. അപ്പോൾ തന്നെ പ്രതികരിക്കാനും മാർഗങ്ങളുണ്ട്. നിയമ സംവിധാനങ്ങൾ ഇന്നിവിടെ സുലഭമാണ്, പ്രത്യേകിച്ചും സ്ത്രീകൾക്ക്. പലപ്പോഴും നിയമങ്ങൾ ഇല്ലാതായി പോകുന്നത് പുരുഷന്മാർക്കാണ്. എന്നിട്ടും റീച്ചിന് വേണ്ടി ആരൊക്കെ മുൻ ചെയ്തതിൻ്റെ അതേ മോഡൽ റീച്ചുണ്ടാക്കാൻ വേണ്ടി വീഡിയോ എടുക്കുന്നു. ആ വീഡിയോ കാണുന്ന ആർക്കും മനസ്സിലാവും അതൊരു കരുതിക്കൂട്ടിയുള്ള റെക്കോർഡിംഗ് ആണെന്ന്. നാം മനുഷ്യരാണല്ലോ. എന്തൊക്കെയായാലും അത് ഇച്ചിരി കടന്നുപോയി. അദ്ദേഹത്തിന് അത് താങ്ങാൻ കഴിഞ്ഞില്ല, മരണപ്പെട്ടു. ഒരു കുടുംബത്തിൻ്റെ ഏക ആശ്രയം, ഏക മകൻ. നമ്മൾ എന്നും ജീവനാണ് വില കൽപ്പിക്കേണ്ടത്. ജീവൻ ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ഈ ഭൂമിയിൽ ജനിക്കാനും ജീവിക്കാനുള്ള അവകാശം എനിക്കും നിങ്ങൾക്കും തന്നിട്ടുണ്ട്. അത് നമുക്ക് മരണം വരെ അനുവദിച്ച് കിട്ടുകയും വേണം. പക്ഷേ സംഭവിക്കുന്നത് മറ്റു പലതുമാണ്. ആർക്കൊക്കെയോ വേണ്ടി നാം ബലിയാടാക്കപ്പെടുന്നു. എന്തിനാണ് ഇങ്ങനെ ഇറങ്ങി പുറപ്പെടുന്നത്? പലരും, എല്ലാവരോടുമാണ്, ആൺ പെൺ വ്യത്യാസമില്ലാതെ. നമുക്കങ്ങനെ പറഞ്ഞല്ലേ പറ്റൂ. പക്ഷേ ചിലയിടങ്ങളിലെങ്കിലും സ്ത്രീകൾ ചില അവകാശങ്ങൾ ദുരുപയോഗം ചെയ്യപ്പെടുന്നുണ്ട്. ചില നിയമങ്ങളൊക്കെ കുട്ടികൾ ദുരുപയോഗം ചെയ്യുന്നുണ്ട്. കുട്ടികൾക്ക് അനുകൂലമായുള്ള നിയമങ്ങളൊക്കെ വളരെ കൃത്യമായി അവർക്കറിയാം. തെറ്റിക്കുന്ന ഏതെങ്കിലും ഘട്ടത്തിൽ അവർ മറ്റു രീതിയിൽ പ്രതികരിക്കുന്നു. അതുപോലെയാണ് സ്ത്രീകൾ. ഇങ്ങനെയായാൽ കേരളം എങ്ങോട്ടാണ് പോവുക? ഒന്ന് ചിന്തിക്കേണ്ടതാണ്. വളരെ അത്യാവശ്യമായി നമ്മുടെ അധികാരികൾ ശ്രദ്ധിക്കേണ്ടതാണ്. ഇത്തരം പരാതികൾ വരുമ്പോൾ കേസെടുക്കേണ്ടത് ഏത്, അല്ലാത്തത് ഏതെന്ന് തിരിച്ചറിയാൻ പോലീസ് ഉദ്യോഗസ്ഥർക്ക് സാധിക്കട്ടെ. അങ്ങനെ നല്ല തീരുമാനങ്ങളിലൂടെ ഇത്തരം ദുരുപയോഗങ്ങൾ തടയാൻ അവർക്കേ കഴിയും. അല്ലാതെ നാം എന്ത് ചെയ്യും ഇങ്ങനെയായാൽ? പ്രിയപ്പെട്ടവരെ, ഓരോ ജീവനും വളരെ വിലപ്പെട്ടതാണെന്ന് കരുതി മാത്രം നിങ്ങൾ പ്രവർത്തിക്കുക. എല്ലാ ജീവനും, ഓരോ ജീവിതവും പല ജീവിതങ്ങളാൽ, ചുറ്റുപാടുകളിൽ കെട്ടുപിടിക്കപ്പെട്ട രീതിയിലാണ് നമ്മുടെ കേരളീയ സമൂഹം ജീവിക്കുന്നത്. ഇങ്ങനെ പലരുമുണ്ട്. അപമാനിക്കപ്പെട്ടവർ, വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ പറ്റാത്തവർ, ഒന്നിനുമല്ലാതെ ദുരുപയോഗം ചെയ്യപ്പെട്ടവർ. യഥാർത്ഥ കുറ്റവാളികൾ ശിക്ഷിക്കപ്പെടട്ടെ. അതിൽ ആർക്കാണ് എതിരഭിപ്രായം? ഇന്ത്യൻ നിയമം അനുസരിച്ച് 1000 കുറ്റവാളികൾ രക്ഷപ്പെട്ടാലും ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടരുത്. അതായിരിക്കണം നമ്മളുടെയും ലക്ഷ്യം. ഗുഡ് ബൈ.